നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയിലെ ലൈംഗിക ആരോപണങ്ങളും തൊഴിൽ നിഷേധങ്ങളുമൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്ന വേളയിൽ ഫെഫ്ക എന്ന സംഘടനയ്ക്ക് വേണ്ടി ഒരു ജാഫർ കാഞ്ഞിരപ്പള്ളി കുറേയധികം വാചകങ്ങളുമായി മുമ്പോട്ട് വരുന്നു. ആരാണ് ഈ ജാഫർ കാഞ്ഞിരപ്പള്ളി? ശരിക്കും ഈ ജാഫർ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നയാൾ ഒരു 3-4 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് തങ്കത്തോണി, കിന്നാരത്തുമ്പികൾ, വേഴാമ്പൽ തുടങ്ങി 2-3 ഷക്കീല പടങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. ഷക്കീല പടങ്ങളാണെങ്കിൽ ഏത് സിനിമകളാണെങ്കിലും സിനിമ തന്നെയാണ്. ആ ജാഫർ കാഞ്ഞിരപ്പള്ളി ഫെഫ്ക മെസ് വർക്കേഴ്സ് യൂണിയന്റെ സെക്രട്ടറിയാണ്. ഫെഫ്കയുടെ വൈസ് ചെയർമാനാണെന്നും പറയുന്നു. ഒരു യൂണിയൻ എങ്ങനെയാണ് വൈസ് ചെയർമാൻ ഉണ്ടാകുന്നത് എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും അങ്ങനെയാണ് പറഞ്ഞു നടക്കുന്നത്. അയാൾ ഇപ്പൊ പറയുന്നത് ആഷിഖ് അബു രംഗത്ത് വന്നത് ആഷിഖ് അബുവിന് പണം കൊടുക്കാൻ മേലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. ആഷിഖ് അബുവിന്റെ സിനിമകളിൽ ഇന്നേവരെ ആർക്കും പണം കിട്ടാനുള്ളതായി ആരും പറഞ്ഞിട്ടില്ല. ഒരുപാട് സിനിമകളിൽ പണം കിട്ടാനുണ്ട് എന്നുള്ള പരാതിയൊക്കെ ഈ ഫെഫ്കയ്ക്ക് ചെല്ലുമ്പോ ആ പരാതി ഇവിടെ കിടപ്പുണ്ട്. ആ പരാതി ഇവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഒരുപാട് സ്ത്രീകളുടെ പരാതികൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ഞങ്ങൾക്ക് ലൊക്കേഷനുകളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ഞങ്ങളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ചില സംവിധായകരുടെ പേരിൽ, ചില പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പേരിൽ, അതേപോലെ ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരുടെ പേരിൽ, അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ പേരിലൊക്കെ പരാതികൾ അവിടെ ചെന്നിട്ട് അത് പോലീസിൽ അറിയിക്കാനോ അല്ലെങ്കിൽ ICC എന്നുള്ള പറയുന്ന ആ ഓരോ സിനിമയ്ക്കും വെക്കുന്ന ആ ഗ്രൂപ്പിനോട് പറയാനോ ഒന്നും ഇതേവരെ ഫെഫ്ക തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് എന്ന് ചോദിച്ചാൽ ഈ കുഴപ്പങ്ങൾ കാണുന്നത് തുറന്നു പറഞ്ഞാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ള ആളുകളെ തങ്ങളിൽ തന്നെ പിടിച്ചു നിർത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. അതുകൊണ്ട് അവരെ സ്വാന്തനിപ്പിച്ച് നിർത്തി ഈ പരാതികളൊന്നും എടുക്കുന്നില്ല. ഞങ്ങളാണ് ഇവിടുത്തെ രാജാവ്, മലയാള സിനിമയിലെ രാജാക്കന്മാർ ഞങ്ങളാണ്, ഞങ്ങൾ തൊഴിൽ നിഷേധം നടത്തും, ഞങ്ങള് ഏതെങ്കിലും സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവർ പരാതി തന്നാൽ ഞങ്ങളത് തുറന്നു പോലും നോക്കില്ല, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളാണെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കും, പീഡകന്മാരെ വെച്ച് ഞങ്ങൾ സിനിമയെടുക്കും എന്നൊക്കെയാണ് ഈ ഉണ്ണിക്കണ്ണൻ അടക്കമുള്ള ആളുകളുടെ ഒരു ധാരണയും പ്രവൃത്തിയും. അങ്ങനെയാണ്. ഒരു വ്യാജ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. വ്യാജ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ എല്ലാമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. കൂട്ടത്തിലുള്ള 4-5 പേർക്ക് മാത്രം ഉണ്ണികൃഷ്ണനെ ദൈവമായി കാണും. യൂണിയനിലുള്ള ആളുകളെ ഉണ്ണികൃഷ്ണ പ്രവർത്തികൾ മുഴുവൻ തന്റെ സ്വന്തം ഗീശ വീർപ്പിക്കാനും അതോടൊപ്പം തന്നെ യൂണിയന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് സിനിമയിൽ ഒരു പവർ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ജാഫർ കാഞ്ഞിരപ്പള്ളി ഒന്നും മെസ്സിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അതായത് മെസ്സിൽ അരി വെന്തോ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പാർ തിളച്ചോ എന്നൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. ഈ മെസ്സ് എന്ന് പറയുന്നത് സിനിമ യൂണിറ്റിൽ ആഹാരം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. അതിന് യൂണിയനൊന്നും വേണമെന്നൊന്നുമില്ല. അതിനുപോലും യൂണിയൻ ഉണ്ടാക്കിയത് ഇവരെ പോലെയുള്ള ചില ആജ്ഞാനുവർത്തികളെ കൂട്ടത്തിൽ നിർത്താനാണ് എന്നുള്ളതാണ് രസം. ജാഫർ കാഞ്ഞിരപ്പള്ളിയെ പോലെ മെസ്സിന്റെ ചുവട് പിടിച്ച് നടക്കുന്ന ചില ആളുകളെയൊക്കെ കൂട്ടത്തിൽ നിർത്തിയാൽ വേണമെങ്കിൽ അതിനകത്തും ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളുടെ വരവൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവരെ കൂടെ നിർത്തിയേക്കാം. അങ്ങനെയാണ് മെസ് വർക്കേഴ്സ് യൂണിയൻ എന്നൊരു യൂണിയൻ ഉണ്ടായത്. ഞാനിപ്പോൾ സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് എനിക്ക് സൗകര്യമുള്ള ഹോട്ടലിൽ ഞാൻ ഭക്ഷണം മേടിക്കും, അല്ലെങ്കിൽ സൗകര്യമുള്ള ആൾക്കാരുടെ ഭക്ഷണം ഉണ്ടാക്കും. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണ്ടേ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ അതിന് യൂണിയൻ ഒന്നും ബാധകമല്ല എന്നുള്ളതാണ് രസം. എന്നിട്ടും വി ഉണ്ണികൃഷ്ണനെ വെളുപ്പിക്കാൻ അങ്ങനെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഈ മലയാള സിനിമയുടെ താരങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ഏതാണ്ട് 10 ദിവസത്തോളം വായിൽ തുണിയൊക്കെ തിരികിയിരുന്ന ഫെഫ്ക നേതാക്കന്മാർ
ഇപ്പോ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ബി ഉണ്ണിക്കണ്ണൻ ഒരു പത്രക്കുറിപ്പിലൂടെ പുറത്തിറക്കി. ഞങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങുന്നു, ഞങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന്. എന്തിന്? നേരത്തെ സിനിമയിലെ തൊഴിൽ നിഷേധത്തിന് വിനയൻ കൊടുത്ത കേസിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 60,000 രൂപ പിഴ വിധിച്ച ആളാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ. അതുപോലെ തന്നെ ആ പിഴ വിധിച്ചത് സുപ്രീം കോടതിയിൽ പോയി ചോദ്യം ചെയ്തപ്പോ സുപ്രീം കോടതിയും അത് തള്ളിയതാണ്. അതുകൊണ്ട് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയ ഒരു സംവിധായകന്റെ തൊഴിൽ നടത്തിയ, ഒന്നു മാത്രമല്ല ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഒരു സിനിമയ്ക്ക് വി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അതിന്റെ പൂജയ്ക്കൊക്കെ വരികയും എന്നിട്ട് രഹസ്യമായി അതിലെ താരങ്ങളെയൊക്കെ വിലക്കി ആ സിനിമ നടത്താതിരിക്കുകയും 26 ലക്ഷത്തോളം രൂപ എനിക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കേസിന്റെ പുറകെ നടക്കുന്ന മുകേഷ് പോലും 2 ലക്ഷം രൂപ ഇനിയും തരാനുണ്ട്. അന്ന് ഞാൻ കൊടുത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്ത 80,000 രൂപയ്ക്ക് ഇപ്പോഴും കണക്കുകളൊന്നുമില്ല. ഇതെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതിനൊക്കെ ഒരു സമയം വരും എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ശരി, ഫെഫ്കയെ വിളപ്പിക്കാൻ ജാഫർ കാഞ്ഞിരപ്പള്ളിയെ പോലുള്ള ഒരാൾ ഇറങ്ങി നടക്കുന്നത് അപമാനകരം തന്നെ എന്ന് പറയാനുള്ളൂ. അത് മാത്രമല്ല, വെറുതെ ആഷിഖബു ഫെഫ്കയെയും അതേപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണനെയൊക്കെ ഒന്ന് വിമർശിച്ചപ്പോ അതിലെ ആജ്ഞാനുവർത്തികളെ കൊണ്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കാണിച്ചു തരാം. എന്നാൽ കാര്യം ചെയ്താട്ടെ, എന്തിനാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയെ വെച്ച് സിനിമ ചെയ്തത് ബി ഉണ്ണികൃഷ്ണൻ? ബി ഉണ്ണികൃഷ്ണനോട് ഒരു സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി വിളിച്ചപ്പോ വിനയനോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു നിർമ്മാതാവിനെ ആ പരാതിയുമായി ചെന്നപ്പോ ആ നിർമ്മാതാവിനെ വെച്ച് അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. അതാണ് പ്രീസ്റ്റ്. മറ്റൊരു നിർമ്മാതാവിനെ കൊണ്ട് മറ്റൊരു സിനിമ ചെയ്യിക്കാൻ ചില കാര്യങ്ങൾ തല്ലിക്കൂട്ടി വരുന്നു. ആറാട്ടം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിന് നിർമ്മാതാക്കളോട് ചോദിച്ചാൽ അറിയാം ഉണ്ണിക്കണ്ണന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത്. അങ്ങനെ ബിസിനസ്സിലൂടെയും സിനിമ കച്ചവടത്തിലൂടെയും യൂണിയന്റെ പേരിൽ കോടികളൊക്കെ ഉണ്ടാക്കിക്കോ ഉണ്ണികൃഷ്ണ. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ ഈ തൊഴിലാളി വഞ്ചന, തൊഴിലാളികളുടെ അല്ലെങ്കിൽ സിനിമാക്കാരുടെ ബാക്കിയുള്ളവരുടെയൊക്കെ തൊഴിൽ നിഷേധിക്കൽ, ആ പവർ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇനിയെങ്കിലും അങ്ങ് നിർത്തിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണ അത് ഒരുപാട് ദോഷം ചെയ്യും. അതുകൊണ്ട് ജാഫർ കാഞ്ഞിരപ്പള്ളിയെ പോലെയുള്ള ആളുകളെയൊക്കെ വിളിച്ചിരുത്തി വെറുതെ ഇങ്ങനെ നാടകം കളിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഉണ്ണിക്കണ്ണ.